ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര മഴയും കാറ്റും വെള്ളപ്പൊക്കമൊക്കെയാണ്. അപ്പം എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരാപത്തുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ എല്ലാവർക്കും കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോഴേ നമുക്ക് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകാറുണ്ട്, മസ്ജിദിൽ പോകാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് വേറെ കുറേ നമ്പറുകൾ നമ്മുടെ കൈവിരലിലോ കയ്യിലോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതാണ് വരാഹി അമ്മ എന്ന് പറയുന്ന ഒരമ്മയുണ്ട്, വരാഹി ദേവി. ആ വരാഹി ദേവിയുടെ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ് വരാഹി അമ്മയോട് പ്രാർത്ഥിച്ചാൽ. അപ്പോഴേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ 1111 എന്നൊരു നമ്പറിനെ പറ്റിയാണ്. അത് നമ്മുടെ എവിടെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടത്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോഴേ നമുക്കെല്ലാവർക്കും കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, ഇല്ലേ? പൈസ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലർ പറയുന്നത് ഞങ്ങൾ ഈ നമ്പരൊക്കെ എഴുതി വെച്ചിട്ട് വീട്ടിലിരുന്നോളാമെന്ന് പറയും. അങ്ങനെയല്ല, നമ്മൾ വിശ്വാസത്തോടു കൂടി എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്കൊരു വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് നമുക്ക് പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എഴുതുന്നതിന് മുന്നേ തന്നെ എനിക്കത് സംഭവിക്കത്തില്ല, എനിക്കങ്ങനെയൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയോടെ നമ്മൾ ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്കത് ഒരു അല്പം താമസിച്ചായാലും നമുക്കത് സാധിക്കുന്നതായിരിക്കും. അപ്പോഴേ ഞാൻ ഈ 1111 എന്നൊരു നമ്പറാണ് അത് എഴുതേണ്ടത് നമ്മുടെ ഈ മോതിര വിരളയിലാണ്. ഈ മോതിര വിരളയിൽ 1111 എന്ന് എഴുതണം. ഇപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ യൂട്യൂബിലെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അങ്ങനെയാണ് ഞാനിതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എന്നാൽ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മോതിര വിരൽ നമ്മുടെ സൂര്യവിരൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ മോതിര വിരലിന്. അപ്പോൾ ഇത് എഴുതേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പുലർച്ചെ 6 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ് ഇത് നമ്മൾ എഴുതേണ്ടത്. 1111 എന്ന് നമ്മുടെ ഇങ്ങനെ വരുന്ന ഈ വിരലുണ്ടല്ലോ, ഇതിൻ്റെ ഇവിടെ 1111 ഇങ്ങനെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്നത് മാഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഒന്നുകിൽ പച്ചമഷി അല്ലെങ്കിൽ നീലമഷി വെച്ചാണ് എഴുതേണ്ടത്. ഇപ്പം 12 ഉണ്ട്. 12 ഒക്കെ അതൊരു 21 ദിവസമാണ് എഴുതേണ്ടത്. ആ 21 ദിവസം നമ്മൾ എഴുതി 21 ദിവസം നമ്മൾ എഴുതി. ഇപ്പം നമ്മളൊരു 5 ദിവസം അല്ലെ 10 ദിവസം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും നമുക്ക് എഴുതാം. ആഗ്രഹിക്കുന്ന കാര്യം നടന്നാലും പിന്നെയും ആ 21 ദിവസം നമ്മളത് എഴുതി പൂർത്തിയാക്കണം. അങ്ങനെയാണ്. ഇപ്പോൾ ഈ 1111 എന്നുള്ള ഈ നമ്പർ എഴുതിയാൽ നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എഴുതുക. വരാഹി അമ്മയോ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ദേവന്മാരെ അല്ലെ ദേവിമാരെ നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടമുള്ള ഒരു ഭഗവാനെ അല്ലെ ഭഗവതിയെ നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് കുളിക്കണമെന്നൊന്നുമില്ല. നമ്മൾ കൈകാലുകളൊക്കെ കഴുകി നമ്മുടെ കൈയൊക്കെ നല്ലവണ്ണം കഴുകി വന്നിട്ട് നമ്മൾ പുലർച്ചെ 6നും 9നും ഇടയ്ക്കുള്ള ആ സമയത്ത് നമ്മൾ എഴുതി ഒരമണിക്കൂർ നമ്മുടെ കയ്യെ വെക്കുക. 1111 എന്ന മോതിര വിരലിലാണ് നമ്മുടെ ലെഫ്റ്റ് കൈയിലാണ് നമ്മൾ എഴുതേണ്ടത്. റൈറ്റ് കൈ കൊണ്ട് നമ്മൾ ലെഫ്റ്റ് കൈയെ വേണം നമ്മളത് എഴുതാനായിട്ട്. എഴുതി കഴിഞ്ഞ് നമ്മൾ എന്നിട്ട് നമുക്ക് ഒരാഗ്രഹം, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു വീട് വേണം, ഒരു ജോലി വേണം, അല്ലെ നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചു വേണം. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്. ഒരു കാര്യത്തിന് മാത്രമായിരിക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ചെയ്ത് കുറച്ച് 7 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. ആദ്യം നമ്മുടെ ഏതെങ്കിലും ഒരാവശ്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നല്ലതാണ്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു വീട് വെക്കണം എങ്കിൽ നമ്മളത് നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. നമ്മളത് എഴുതിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഒരിടത്തിരുന്ന് നമ്മൾ ആ ഭിത്തിയിലോട്ട് നോക്കി പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ ഇമാജിൻ ചെയ്യണം നമുക്കത് സാധിച്ച് കിട്ടി, പ്രപഞ്ചം അത് നമുക്ക് സാധിച്ച് തന്നു. നമ്മളത് എഴുതിയതിന് ശേഷം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നമ്മളത് സമർപ്പിക്കുകയാണ്. അപ്പം നമുക്കത് സാധിച്ച് കിട്ടി
ഇപ്പം നമുക്കൊരു നമുക്കിപ്പം വീടില്ല, നമ്മൾ ഇത് എഴുതിയതിന് ശേഷം നമ്മൾ ഒരു ഇമാജിൻ നമ്മുടെ മനസ്സിൽ ചെയ്യുകയാണ്, എനിക്ക് വീട് വെച്ചു, അപ്പം നമ്മൾ അവിടെ താമസിക്കുന്നു, നമ്മുടെ ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വരുന്നു, നമ്മുടെ വീട് കാണുന്നു, അപ്പം നമ്മളെല്ലാ മുറികളിലുമൊക്കെ നമ്മൾ അവിടെ ഇരിക്കുന്നു, നിൽക്കുന്നു, കിടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുക. നമുക്കത് കിട്ടി എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എഴുതിയാൽ ഏത് കാര്യങ്ങളും അത് സാധിക്കുന്നതാണ്. അപ്പോൾ ചിലർ വന്നിട്ട് പറയും, എന്നാൽ ഞങ്ങൾ ഈ നമ്പരൊക്കെ എഴുതി നമ്മൾ വീട്ടിലിരുന്നാൽ മതി, എന്നാൽ ചേച്ചി ഞങ്ങൾ ഈ നമ്പരൊക്കെ എഴുതി ഞങ്ങൾ നാളെ മുതൽ ജോലിക്കൊന്നും പോകുന്നില്ല, ഞങ്ങൾ വീട്ടിലിരുന്നാളാം. അങ്ങനെയല്ല, അങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മളിത് എഴുതിയ ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു മാർഗം നമുക്ക് ദൈവം തുറന്നു തരും. ഏതെങ്കിലും ഒരു മാർഗം വീട് വെക്കാനുള്ള ഏതെങ്കിലും ഒരു സ്റ്റെപ്പ്, അല്ലെ ഒരു ജോലി കിട്ടാനുള്ള എന്തെങ്കിലും ഒന്ന് നമുക്ക് ഈശ്വരൻ നമുക്ക് കണ്ടെത്തി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടു കൂടി ഇതൊന്ന് ചെയ്യണം. ഒന്നീ നീല മഷി അല്ലെങ്കിൽ പച്ച മഷി എടുത്തെഴുതണം. ഇത് എഴുതേണ്ടത് സാധാരണ നമ്മുടെ പെന്ന് വെച്ചിട്ടല്ല, മാർക്കർ ഉണ്ടല്ലോ, മാർക്കർ പെന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കാണും ഈ മാർക്കർ പെന്ന്. അപ്പോൾ ഇത് മാർക്കറല്ല, മാർക്കർ പെന്ന് വെച്ചിട്ട് വേണം നമുക്ക് എഴുതാൻ. ഞാൻ മാർക്കർ പെന്നൊന്ന് ഇതാണ് മാർക്കർ പെന്ന്. ഇത് ബ്ലാക്കാണ്, ബ്ലാക്ക് മാർക്കർ പെന്നാണ്. ഒന്നീ പച്ച അല്ലെങ്കിൽ ബ്ലൂ മാർക്കർ പെന്ന് വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ഇത് എഴുതി കുറച്ച് കഴിയുമ്പോൾ ഇത് മാഞ്ഞു പോകും. അങ്ങനെ അപ്പം കുറേ നേരം കഴിഞ്ഞ് മറ്റേ പേന വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ മായത്തില്ല. ഇത് കുറേ നേരം നമ്മളിങ്ങനെ കയ്യെ തന്നെ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് 11:11 എന്നാണ് എഴുതേണ്ടത്. ഞാൻ വെറുതെ ഒന്ന് എഴുതി ഇവിടോട്ട് കാണിച്ചെന്നേ ഉള്ളേ. ഇവിടെയല്ല എഴുതേണ്ടത്, നമ്മുടെ മോതിര വിരലിലാണ്, ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് അതിന് ശേഷം നമ്മൾ പ്രപഞ്ച ശക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഈ യൂണിവേഴ്സൽ ഈ പ്രപഞ്ചത്തിന് ഒരു ഭയങ്കരമായിട്ടൊരു ശക്തിയുണ്ട്. ആ പ്രപഞ്ചത്തോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതിങ്ങനെ എഴുതി വെക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു ഫലം കിട്ടുന്നതായിരിക്കും. ഏത് തരം നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇപ്പം മനുഷ്യ ജീവിതമാകുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും, ഇപ്പോൾ രോഗത്താൽ വലയുന്നവരുണ്ട്, അതുപോലെ ഈ പൈസയ്ക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട്. ഒരു നേരത്തെ ആഹാരം കഴിക്കാനല്ലേ, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലൊക്കെയാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ നമ്പർ ഒന്ന് എഴുതി വെച്ച്, കുറേ ഏഞ്ചൽ നമ്പറുകളുണ്ട് ഇങ്ങനെ 12 അതുപോലെ 69 അങ്ങനെ കുറേ ഏഞ്ചൽ നമ്പറുകൾ ഉണ്ട്. അത് നമ്മൾ വിശ്വാസത്തോടു കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സാധിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും പണത്തിന് ബുദ്ധിമുട്ട്, ഇപ്പം നമുക്ക് ലോൺ കാണും, സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരിക്കും, അതുപോലെ പല പല ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പം ചിലർ വന്ന് പറയും, എന്നാൽ നാളെ മുതൽ ഞങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ ഈ നമ്പരൊക്കെ എഴുതി ഞങ്ങൾ വീട്ടിലിരുന്നോളാം എന്ന് പറയും. അങ്ങനെ പറയുന്നവരോട് ഇപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവരെ ഇത് കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് വിശ്വാസത്തോടു കൂടി ആദ്യം നമ്മൾ വരാഹി അമ്മയെ പ്രാർത്ഥിച്ചിട്ട്, വരാഹി അമ്മ നമ്മളെ അറിയാൻ മേലാത്തവരാണ്, നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ വരാഹി അമ്മയെന്ന് കാണും. അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ ഇത് ഒരു കൂടോത്രമോ അല്ലെ മന്ത്രവാദമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമല്ല. ഇത് എല്ലാവരും തന്നെ അറിയാവുന്ന മനുഷ്യരൊക്കെ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.